നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോയിൽ നിന്നും തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരിച്ചു. കോതച്ചിറ പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് അപകടത്തിൽ മരിച്ചത്. ചാലിശ്ശേരി ആലിക്കരയിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പിതാവിനൊപ്പം പെട്ടി ഓട്ടോയുടെ മുൻവശത്തെ ക്യാബിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഹൈസിൻ. യാത്രക്കിടെ അപ്രതീക്ഷിതമായി വാഹനത്തിന്റെ ഡോർ തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ വാഹനത്തിന്റെ പിൻചക്രം കുട്ടിയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ ഹൈസിനെ ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന് സമീപത്തെ പാടത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നതിനിടെയാണ് നാടിനെ നടുക്കിയ ഈ അപകടം സംഭവിച്ചത്. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജീവനെടുത്ത പെട്ടി ഓട്ടോയുടെ മുകളിൽ ഇപ്പോഴും ഹൈസിൻ എന്ന പേര് തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ആ പേരിനുടമയായ 6 വയസ്സുകാരൻ ഇനി ഉപ്പയുടെ കൂടെ യാത്രകൾക്കില്ല എന്ന സത്യം ചാലിശ്ശേരി ആലിക്കര ഗ്രാമത്തിന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. വെറുമൊരു മകനായിരുന്നില്ല ഹൈസിൻ. ഉപ്പ ഹനീഫയ്ക്ക് അവൻ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു. ഉപ്പ എവിടെ പോയാലും നിഴലുപോലെ ഹൈസിനും കൂടെയുണ്ടാകും. ഇന്നും പതിവ് പോലെ മീൻ പിടിക്കാനായി പാടത്തേക്ക് പോകാൻ ഉപ്പയ്ക്കൊപ്പം ഓട്ടോയുടെ മുൻസീറ്റിൽ കയറിയതായിരുന്നു ഹൈസിൻ. എന്നാൽ വിധി ഒരു തുറന്ന വാതിലിന്റെ രൂപത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ കവർന്നെടുത്തു. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഓട്ടോയുടെ വാതിൽ തുറന്നുപോയതും ഹൈസിൻ റോഡിലേക്ക് തെറിച്ചു വീണതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. സ്വന്തം കൺമുന്നിൽ തന്റെ മകൻ വണ്ടിക്കടിയിലേക്ക് വീഴുന്നത് കാണേണ്ടി വന്ന ആ പിതാവിന്റെ അവസ്ഥ വാക്കുകൾക്കും അപ്പുറമാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൈസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. എല്ലാ യാത്രകളിലും ഉപ്പയ്ക്ക് തുണയായിരുന്ന കുരുന്നിന്റെ വേർപാട് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഇനി ആ ഓട്ടോ ഓടുമ്പോൾ ക്യാബിനിൽ ആ കൊച്ചു കുസൃതിയുണ്ടാവില്ല. എങ്കിലും ആ വണ്ടിക്ക് മുകളിൽ ഹൈസിന്റെ പേര് മായാതെ കിടപ്പുണ്ട്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി. പാവർട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കനാലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. ചാവക്കാട് ഭാഗത്തു നിന്നും പൂവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് കാശ്മീർ റോഡ് ബസ് സ്റ്റോപ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. തലശ്ശേരി സ്വദേശികളായ 6 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർ എറണാകുളത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി പോസ്റ്റും തകർന്ന നിലയിലാണ്. ഇതേ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാവർട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിച്ചു. കാണിപ്പയ്യൂരിൽ നടന്ന സ്ഥാപക ദിനാചരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ജയപ്രകാശ് ഇലവന്ത്ര പതാക ഉയർത്തി. ശാലിനി സനീഷ്, ദിവിത കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ രൂപീകൃതമായി 26 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചത്. യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 3 സ്വതന്ത്ര മാധ്യമ പ്രവർത്തന ദിനമായി ആചരിക്കും. സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഈ മാസം അവസാന വാരത്തിൽ സംഘടിപ്പിക്കും. തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരത്താണി നടുവട്ടം റോഡിൽ കൊള്ളന്നൂർ കുന്നത്തുകാവിന് സമീപത്താണ് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. ലോട്ടറി അടിച്ചെന്ന് വിശ്വസിപ്പിച്ച് ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 11,000 രൂപ കവർന്നെന്ന് പരാതി. ടിക്കറ്റിലെ നമ്പർ തിരുത്തിയാണ് ഭിന്നശേഷിക്കാരനായ വരവൂർ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയത്. വരവൂർ കക്കാട് വീട്ടിൽ വിനോദിൽ നിന്നാണ് നമ്പർ തിരുത്തിയ ടിക്കറ്റ് നൽകി പണം തട്ടിയത്. മുച്ചക്ര വാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്നും വരവൂർ ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരികയായിരുന്നു വിനോദ്. ഇരുനിലങ്കോട് NN നഗറിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിലെത്തിയയാൾ KW 807943 എന്ന നമ്പറിലുള്ള 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും 73 ടിക്കറ്റുകൾ എടുത്തതിനു ശേഷം ബാക്കി തുകയായ 7350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു. ടിക്കറ്റ് എടുക്കുന്നത് അവിടുന്ന് ലോട്ടറി വിറ്റ് നാളത്തെ ലോട്ടറി എടുത്തു വരുമ്പോഴാണ് ഒരു 18 ടിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ
നാളത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, മറ്റന്നത്തെ രണ്ടാമത്തെ ടിക്കറ്റ്. അതും കൂടിയിട്ട് ഒരാൾ ടിക്കറ്റ് എടുത്തു. ആൾക്ക് 14,000 അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 43 അടിച്ചെന്ന് പറഞ്ഞാണ് 25-ാം തീയതിത്തെ ടിക്കറ്റ്. അപ്പോൾ അത് അടിച്ച് നോക്കിയപ്പോൾ കടയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ 79-48 കാണുന്നത്. തുടർന്ന് വിനോദ് ലോട്ടറിയുമായി ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് അവസാനത്തെ അക്കം 8 എന്നത് 3 തിരുത്തി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് തട്ടിപ്പ് നടത്തിയയാൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. മനുഷ്യത്വരഹിതമായ രീതിയിൽ തന്നെ കബളിപ്പിച്ചയാളെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് വിനോദ്. എടക്കഴിയൂർ അഫയൻസ് ബീച്ചിൽ ഡോൾഫിൻ, കടലാമ എന്നിവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് അഫയൻസ് ക്ലബ് പ്രവർത്തകർ ഡോൾഫിന്റെ അഴുകിയ ജഡം കണ്ടത്. മേഖലയിൽ അടുത്തിടെയായി നിരവധി ഡോൾഫിനുകളെയാണ് ചത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടുകാർ പുന്നയൂർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. 27 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പഴഞ്ഞി KSEB സെക്ഷനിലെ സീനിയർ സൂപ്രണ്ട് NK സുധാകരന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. സെക്ഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AR ശ്രീജ, പഴഞ്ഞി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ TK ജിനേഷ്, പെരുമ്പിലാവ് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ്, സബ് എഞ്ചിനീയർ KK സരിത എന്നിവരും സഹപ്രവർത്തകരും സംസാരിച്ചു. തുടർന്ന് കുന്നംകുളം, പാലക്കാട്, മലപ്പുറം, പഴഞ്ഞി എന്നിവിടങ്ങളിൽ മാതൃകാപരമായ ഔദ്യോഗിക ജീവിതം നയിച്ച സുധാകരന് അധ്യക്ഷൻ KSEB പഴഞ്ഞി സെക്ഷന്റെ സ്നേഹോപഹാരവും സഹപ്രവർത്തകർ സമ്മാനങ്ങളും നൽകി. സുധാകരൻ മറുപടി പ്രസംഗം നടത്തി. വടക്കേക്കാട് തടാകം ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം നടത്തി. തണൽ ഡയാലിസിസ് സെന്ററിന്റെ സുഗമമായ നടത്തിപ്പിന് സ്ത്രീകളെ കൂടെ പങ്കാളികളാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീന അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീണ സത്യൻ, പുന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, തണൽ വനിതാ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഹറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 25 അംഗ വനിതാ കമ്മിറ്റിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശോഭ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബൈദ പാലക്കൽ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. വാർത്തകൾ തുടരുന്നു. കനത്ത വേനൽ ചൂടിൽ വലയുന്ന വഴിയാത്രക്കാർക്ക് തണലായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ ദാഹജല വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി, ജില്ലാ വൈസ് പ്രസിഡന്റ് TVM അലി, ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇസ്മായിൽ പെരുമണ്ണൂർ, V രഘുകുമാർ, SM അൻവർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സെന്ററിലെ വിവിധ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ യാത്രക്കാർ, കാൽനട യാത്രക്കാർ, ബസ് ജീവനക്കാർ, തൊഴിലാളികൾ, ബസ് യാത്രക്കാർ എന്നിവർക്കായി 1/2 ലിറ്റർ വീതമുള്ള 300-ലധികം കുപ്പി വെള്ളം വിതരണം ചെയ്തു. മേഖലാ രക്ഷാധികാരികളായ വീരാവുണ്ണി മുള്ളത്ത്, ഉമാശങ്കർ എഴുമങ്ങാട്, മേഖലാ ജോയിന്റ് സെക്രട്ടറി മധു കൂറ്റനാട്, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ ശിവപ്രസാദ്, ഷിബിൻ കോക്കാട്, മെമ്പർമാരായ ബാബു ആനക്കര, CV മുസ്തഫ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AC ഗീവർ ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് മോഡേൺ ചാരിറ്റി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച KSEB പഴഞ്ഞി സെക്ഷൻ സീനിയർ സൂപ്രണ്ട് NK സുധാകരന് സ്വീകരണവും സൊസൈറ്റിയുടെ കുടുംബ സംഗമവും നടത്തി. പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസിയിൽ സുധാമയം എന്ന പേരിൽ നടന്ന ചടങ്ങിൽ മോഡേൺ ചാരിറ്റി ചെയർമാൻ CM രജീഷ് അധ്യക്ഷത വഹിച്ചു. NK സുധാകരനെ പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ നൽകി. മോഡേൺ ചാരിറ്റി സൊസൈറ്റി അംഗങ്ങളായ PB ദിലീപ്, റെജി K ജോബ്, NA നൌഫൽ, MA ഷിഹാബ്, PP ശരവണൻ എന്നിവർ സംസാരിച്ചു.
NK സുധാകരൻ മറുപടി പ്രസംഗം നടത്തി. സൊസൈറ്റി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സാർവദേശീയ തൊഴിലാളി ദിനം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മേഖലയിൽ റാലിയും പൊതുയോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നടന്ന റാലിയിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. നഗരസഭാ ഓഫീസിന് മുന്നിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. MN മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ EA ദിനമണി, CG രഘുനാഥൻ, സുഗു K ഇട്ട്യശൻ, ഉഷാദാസ്, പീതാംബരൻ, PM സോമൻ, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ടൗണിൽ റാലിയും പതാക ഉയർത്തലും നടത്തി. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുന്നൽ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പരിപാടിയിൽ ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ, ട്രഷറർ നാരായണൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി ചാവക്കാട് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AITUC നേതാവ് സതീന്ദ്രൻ, AS മനോജ്, KM അലി, KC സുനിൽ, P യതീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയൻ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം നേതൃത്വം നൽകി. സെക്രട്ടറി അക്ബർ അലി, OS വാസുദേവൻ, സലാം വലിയകത്ത്, MP സിജോ, ലീഡർ ഷൈജൻ, ലീഡർമാരായ CV ജോസ്, CJ ജിജോ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണം എന്ന് റാലി ആവശ്യപ്പെട്ടു. എരനല്ലൂർ ഗ്രൗണ്ട് ബോയ്സ് ക്ലബിന്റെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ അരി വിതരണത്തിന്റെ ഉദ്ഘാടനം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയം വികാരി ഫാദർ സെബി പുത്തൂർ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ തോമസ് അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഭവ്യ നിഖിൽ, ക്ലബ്ബ് സെക്രട്ടറി ജെയിംസ് എടക്കളത്തൂർ, ട്രഷറർ റിജോ ചെമ്പിശ്ശേരി, പ്രോഗ്രാം ജനറൽ കൺവീനർ ഡിൻഡോ ഡൊമിനിക്, ക്ലബ്ബ് അംഗങ്ങളായ CB ദേവസി, ജിൻസൺ പുലിക്കോട്ടിൽ, ബിജോയ് ജേക്കബ്, ജോവിൻ വിൻസെന്റ്, ഷിൻഡോ ജിത്തു, ജോവിഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള കുടുംബങ്ങളിലേക്കാണ് അരി വിതരണം നടത്തിയത്. ക്ലബിന്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച വൈകിട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾ, കളഭാഭിഷേകം, വൈകുന്നേരം നിറമാല, മുറജപം, വിഷ്ണു സഹസ്രനാമജപം, ലളിതാ സഹസ്രനാമജപം, വാരം, വാരസദ്യ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.